വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് FIUGP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സം മൈനർ ബി പേപ്പറായ മാത്തമാറ്റിക്കൽ ലോജിക് ആൻഡ് സെറ്റ് തിയറി കോമ്പിനേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായ മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സോ അതിലെ കുറച്ച് പാർട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിലെ ഒരു പാർട്ടാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്ന പാർട്ട്. സോ പ്രധാനമായിട്ടും 5 പ്രൊപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ കൺജങ്ഷൻ, സെക്കൻഡ് വൺ ഡിസ്ജങ്ഷൻ ആൻഡ് തേർഡ് വൺ നെഗേഷൻ, ഫോർത്ത് വൺ ഇംപ്ലിക്കേഷൻ, ഫിഫ്ത്ത് വൺ ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള 5 പ്രൊപ്പോസിഷൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ ഉള്ളത്. സോ ഫസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് എന്താണ് പ്രൊപ്പോസിഷൻ എന്നതിലോട്ട് പറയാം. So proposition is a declarative sentence that is either true or false but not both. Is a proposition which we will denote the lowercase letter p, q, r, s or t are boolean variables. So എന്താണ് propositions എന്നാണ്. is a declarative sentence. അതൊരു ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. that is either true or false. പ്രൊപ്പോസിഷൻസ് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് നോട്ട് ബോത്ത്, ഒരിക്കലും അത് രണ്ടും ഒരുമിച്ച് എന്തെയില്ല വരില്ല. ഈസ് ദ പ്രൊപ്പോസിഷൻ വിച്ച് വി വിൽ ഡിനോട്ട് ദ ലോവർ കേസ് ലെറ്റർ പി, ക്യു, ആർ, എസ് ഓർ ടി. അതായത് നമുക്ക് പ്രൊപ്പോസിഷൻസിനെ പി അല്ലെങ്കിൽ ക്യു അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന 5 ലോവർ കേസ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇതാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. സോ ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോക്രട്ട് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ. അതായത് സോക്രട്ട് എന്ന് പറയുന്നത് ഗ്രീക്ക് ഫിലോസഫർ ആണ് എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രൂ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ട്രിവാൻഡ്രം ഈസ് ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ക്യാപിറ്റൽ ആണെന്നാണ്. ശരിക്കും ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ക്യാപിറ്റൽ ആണ്. സോ നമുക്ക് മനസ്സിലായി ഇതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് 2 + 3 = 5. സോ is a true statement. ഓക്കെ, 2 + 3 = 5 എന്നല്ലേ. സോ അതുകൊണ്ട് തന്നെ is a true statement. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ ഫോർത്ത് എക്സാമ്പിൾ ആണ് കേരള ഈസ് ഇൻ അമേരിക്ക. കേരള അമേരിക്കയിലാണ് എന്നാണ് പറയുന്നത്. ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മൾ പ്രൊപ്പോസിഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഓരോ പ്രൊപ്പോസിഷൻസിലോട്ട് കിടക്കാം. അതായത് നമ്മൾ പറഞ്ഞു 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. സോ കൺജങ്ഷൻ എന്നതാണ് ഒന്നാമത്തെ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൺജങ്ഷൻ്റെ ഈ ഒരു സിമ്പൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും കൺജങ്ഷൻ എന്നുണ്ടാവില്ല, ഈ ഒരു സിമ്പൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ കൺജങ്ഷൻ ഈ ഒരു അതായത് വീൻ്റെ നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിലാണ് ശരിക്കും കൺജങ്ഷൻ്റെ സിമ്പൽ വരുന്നത്. ഇനി നമുക്ക് എന്താണ് കൺജങ്ഷൻ എന്ന് നോക്കാം. ദ കൺജങ്ഷൻ ഓഫ് 2 arbitrary propositions P and Q denoted by P, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിമ്പിൾ, അതായത് വീൻ്റെ നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഭാഗമാണ്, അതായത് മോഡലാണ്. P conjunction Q is the proposition P and Q. It is formed by combining the propositions using the word called connective. അതായത് ഒരു കൺജങ്ഷൻ ടു ആർബിട്രറി രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അതിന് നമ്മൾ ഒന്നെങ്കിൽ ഒരു ആർബിട്രറി പ്രൊപ്പോസിഷൻ പി ആണ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂ ആണ്. ഓക്കെ, സോ 2 ആർബിട്രറി പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അതിൻ്റെ കൺജങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക പി കൺജങ്ഷൻ ക്യൂ, അതായത് ഈ വീനെ നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള മോഡൽ പി കൺജങ്ഷൻ ക്യൂ എന്നുള്ള ഇതിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ പ്രൊപ്പോസിഷൻസ് യൂസിങ് ദ വേർഡ് കോൾ കണക്റ്റീവ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പി കൺജങ്ഷനെ പി ആൻഡ് ക്യൂ എന്നുള്ള ഇത്, അതായത് 2 ആർബിട്രറി പ്രൊപ്പോസിഷൻസ് നമുക്ക് കൺജങ്ഷൻ്റെ മോഡലിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് രണ്ടിനും
നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. സോ ഈ ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനാണ് നമ്മൾ കണക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിനാണ് നമ്മൾ കണക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ എക്സാംസിലോട്ട് കടക്കാം. സോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് സോക്രട്ട് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ. അത് പി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. ദെൻ ക്യൂ എന്ന് പറയുന്നത് യൂക്ലിഡ് വാസ് എ ചൈനീസ് മ്യൂസിഷ്യൻ. ഇനി നമുക്ക് രണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ കൺജങ്ഷൻ ആണ് നമുക്ക് എഴുതാനുള്ളത്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പി കൺജങ്ഷൻ ക്യൂ എന്ന് എഴുതുക. ദെൻ ഞാൻ പറഞ്ഞു രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസ് തന്ന് അതിന്റെ കൺജങ്ഷൻ എഴുതാൻ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസിനെയും വേർതിരിക്കുന്ന ഒരു വേർഡാണ് എന്ത്, കൺജങ്ഷന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. അതായത് കണക്റ്റീവ് എന്നാണ് നമ്മൾ ശരിക്കും ഈ ഒരു വേർഡിനെ പറയുക. സോ കണക്റ്റീവ് എന്ന് പറയുന്നത് ആൻഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും എന്ന് വെച്ചാൽ സോക്രട്ട് വാസ് എ ഗ്രീക്ക് ഫിലോസഫർ ആൻഡ് യൂക്ലിഡ് വാസ് ചൈനീസ് മ്യൂസിഷ്യൻ എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പം ഈ ഒരു കൺജങ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊപ്പോസിഷനായ ഡിസ്റ്റിങ്ഷൻ ആണ് പറയാനുള്ളത്. സോ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷന്റെ സിമ്പിൾ മനസ്സിലാക്കി വെക്കുക, വി എന്ന സിമ്പിളാണ്. ഓക്കെ, വി എന്നുള്ള രീതിക്കാണ് നമ്മൾ ഡിസ്റ്റിങ്ഷനെ ഡിനോട്ട് ചെയ്യുക. ദെൻ എന്താണ് ഡിസ്റ്റിങ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ദ സെക്കൻഡ് വേ ഓഫ് കമ്പൈനിങ് ടു പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ by using the connective or the resulting proposition P or Q. The distinction of P and Q, it is denoted by P distinction Q. അതായത് നമ്മൾ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു വേ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. ദെൻ സെക്കൻഡ് വേ ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഓർ എന്ന് പറഞ്ഞിട്ടുള്ള കണക്റ്റീവ് കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് രണ്ടിതിനെ നമ്മൾ വേർതിരിക്കാനുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ കണക്റ്റീവ് എന്ന് വിളിക്കുക. സോ ഡിസ്റ്റിങ്ഷന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ് എന്ന് പറയുന്നത് ഓർ ആണ്. സോ ഇതിനെ നമ്മൾ പി ഓർ ക്യൂ എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പി കൺജങ്ഷൻ ക്യൂ, അതായത് വി എന്നുള്ള ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പി ആണ്. പി എന്ന് പറയുന്നത് ഹാരി ലൈക്സ് പെപ്പറോണി പിസ്സ ഫോർ ലഞ്ച്. ദെൻ ക്യൂ എന്ന് പറയുന്നത് ഹാരി ലൈക്സ് മഷ്റൂം പിസ്സ ഫോർ ലഞ്ച്. സോ ഇതിനെ നമുക്ക് സെന്റൻസ് ബേസിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റിങ്ഷനെ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം ഓർ എന്നുള്ള കണക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. സോ എങ്ങനെ എഴുതും, ഹാരി ലൈക്സ് പെപ്പറോണി പിസ്സ ഫോർ ലഞ്ച് or Harry like mushroom pizza for lunch. Okay, അപ്പോൾ നമ്മൾ ഡിസ്റ്റിങ്ഷനും കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കൺജങ്ഷൻ്റെയും ഡിസ്റ്റിങ്ഷൻ്റെയും ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. കാരണം എല്ലാ പ്രൊപ്പോസിഷൻസിൻ്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രൂത്ത് ടേബിൾ കാണാൻ പറഞ്ഞാലും നിർബന്ധമായിട്ടും നമ്മൾ ഈ പ്രൊപ്പോസിഷൻസിൻ്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കണം. സോ വളരെ സിമ്പിൾ ആണ് ശരിക്കും ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ കൺജങ്ഷൻ്റെയും ഡിസ്റ്റിങ്ഷൻ്റെയും ട്രൂത്ത് ടേബിൾ ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് പി എന്ന് പറഞ്ഞിട്ടുള്ള ആർബിട്രറി പ്രൊപ്പോസിഷൻ, ദെൻ സെക്കൻഡ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആർബിട്രറി പ്രൊപ്പോസിഷൻ. ഓക്കെ, സോ പി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ പി എന്ന് പറയുന്നത് ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺജങ്ഷൻ എന്ന് പറയുന്നത്, ഈ കൺജങ്ഷൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പ്രൊപ്പോസിഷൻസ് തന്നു. ആ രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആവണം. രണ്ടിൻ്റെയും ട്രൂ ആയാൽ മാത്രമേ കൺജങ്ഷൻ ട്രൂ ആവുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ കൺജങ്ഷൻ്റെ കേസിലാണ് ഇങ്ങനെ. ദെൻ ഡിസ്റ്റിങ്ഷൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആർബിട്രറി പ്രൊപ്പോസിഷൻസ് തന്നു. അതിൽ ട്രൂത്ത് വാല്യൂ ഒന്നിൻ്റെ മാത്രം ട്രൂ ആയാൽ മതി. ഓക്കെ, രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആവണം എന്നില്ല, ഒന്നിൻ്റെ ട്രൂത്ത് വാല്യൂ മാത്രം ട്രൂ ആയാൽ മതി. എന്നാൽ തന്നെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആവും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പി എന്ന് പറയുന്നത് ട്രൂ ആണ് ആൻഡ് ക്യൂവും ട്രൂ ആണ്. സോ അതിൻ്റെ കൺജങ്ഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. കാരണം ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് തന്നെ കൺജങ്ഷൻ ട്രൂ ആണ്. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണ്.
പി ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്. സോ അതിൻ്റെ കൺജങ്ഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, കാരണം രണ്ടും ട്രൂ അല്ല ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ഒന്ന് ഫോൾസ് ആയതുകൊണ്ട് തന്നെ കൺജങ്ഷൻ ഫോൾസ് ആണ്. ദെൻ മൂന്നാമത്തെ കേസ് പി ഫോൾസ് ക്യൂ ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ കൺജങ്ഷൻ ഫോൾസ് ആണ്, കാരണം ഇവിടെ ഒരു ഫോൾസ് വന്നു അല്ലേ. രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ കൺജങ്ഷൻ. ഓക്കെ. ദെൻ ഫോർത്ത് കേസ് രണ്ടും ഫോൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾസോ പി കൺജങ്ഷൻ ക്യൂ ഫോൾസ് ആണ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ്. സോ ട്രൂത്ത് ടേബിൾ ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് വെച്ചാൽ പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്. സോ പി ഡിസ്റ്റിങ്ഷൻ ക്യൂ ഓൾസോ ട്രൂ ആണ്. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുകയാണ്, പി ട്രൂ ആണ്, ദെൻ ക്യൂ ഫോൾസ് ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, എന്നാൽ തന്നെ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ട്രൂത്ത് വാല്യൂ എന്തായി മാറും, ട്രൂ ആയി മാറും എന്ന് പറഞ്ഞു. സോ ഇവിടെ പി ട്രൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്ഷൻ ട്രൂ ആണ്. ദെൻ മൂന്നാമത്തെ കേസ് പി ഫോൾസ് ദെൻ ക്യൂ ട്രൂ ആണ്. സോ ഇതിൽ ക്യൂ ട്രൂ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി പറഞ്ഞു, ക്യൂ ട്രൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്ഷൻ ട്രൂ ആണ്. ദെൻ ഫോർത്ത് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഫോൾസ് ആണ്. രണ്ടും ഫോൾസ് ആയതുകൊണ്ട് തന്നെ പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ. സോ ഇത്രയാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് അടുത്ത പ്രൊപ്പോസിഷനായ നെഗേഷനിലാണ് പറയാനുള്ളത്. സോ നെഗേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നെഗേഷൻ്റെ സിമ്പിൾ ആണ് പഠിച്ചിരിക്കേണ്ടത്. നെഗേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിളാണ്. ഓക്കെ, ഈ ഒരു സിമ്പിളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യില്ല, ഇങ്ങനത്തെ ഒരു സിമ്പിളും യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിമ്പിളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗേഷനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നെഗേഷൻ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നെഗേഷൻ എന്ന് പറയുന്നത് the negation of a proposition P is it is not the case P denoted by negation P. You may read the negation P, the negation of P or simply not P. അതായത് ഒരു നെഗേഷൻ, അതായത് ഒരു പ്രൊപ്പോസിഷൻ തന്നു, അതിന് നെഗേഷൻ എന്ന് പറയുന്നത് അത് അല്ലാത്ത കേസ്, അതായത് നോട്ട് എന്നുള്ള കേസാണ് വരുന്നത്. അതായത് ഇപ്പം ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന് നെഗേഷൻ എങ്ങനെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പം ആ ഒരു സംഭവം അത് ഹാപ്പൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് നെഗേഷൻ കാണാൻ പറഞ്ഞാൽ അത് ഹാപ്പൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ എഴുതേണ്ടത്. സോ നെഗേഷൻ പി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോട്ട് പി എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് പി പാരീസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്, ദെൻ ക്യൂ അപ്പോളോ ഈസ് എ ഹിന്ദു ഗോഡ്. ഇതിൻ്റെ നെഗേഷനാണ് നമുക്ക് കാണാനുള്ളത്. ഫസ്റ്റ് നെഗേഷൻ പി നോക്കാം. നെഗേഷൻ പി ഞാൻ പറഞ്ഞു, ഏതൊരു സെൻറ്റൻസ് തന്നാൽ അതിൻ്റെ നോട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വേസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെഗേഷനായിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞു. സോ ഇവിടെ പാരീസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നാണ് പി. സോ അതിൻ്റെ നേരെ നെഗേഷൻ എന്ന് പറയുന്നത് പാരീസ് ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ്. ഓക്കെ, നോട്ട് എന്നുള്ള കണക്റ്റീവ് കൊണ്ടാണ് നമ്മൾ നെഗേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ക്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോളോ ഈസ് എ ഹിന്ദു ഗോഡ്. സോ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് അപ്പോളോ ഈസ് നോട്ട് എ ഹിന്ദു ഗോഡ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നെഗേഷനും. ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെഗേഷൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. സോ നെഗേഷൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആർബിട്രറി പ്രൊപ്പോസിഷൻ, ദെൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ആർബിട്രറി പ്രൊപ്പോസിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നോക്കുകയാണെന്നെങ്കിൽ പിയും ക്യൂവും ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല, പി എന്താണ് ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ പി എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഫോൾസ്. ദെൻ രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുകയാണ്, പി എന്താണ് ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾസോ നെഗേഷൻ പി ഫോൾസ് ആണ്. ഓക്കെ, ദെൻ തേർഡ് കേസ് നമ്മൾ നോക്കുകയാണ്, പി എന്താണ് ഫോൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ പി എന്തായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ട്രൂ ആയിരിക്കും. ദെൻ നാലാമത്തെ കേസ് പി ഫോൾസ് ആണ്. സോ അതുകൊണ്ട് നെഗേഷൻ പി ഫോൾസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ. ഓക്കെ, ദെൻ ക്യൂവിൻ്റെ കേസ് നമുക്ക് നോക്കാം. ക്യൂ എന്ന് പറഞ്ഞത് ഫസ്റ്റ് കേസിൽ ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ ക്യൂ ഫോൾസ് ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസിൽ ഫോൾസ്, നെഗേഷൻ ക്യൂ ട്രൂ. ദെൻ തേർഡ് കേസിൽ ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗേഷൻ ക്യൂ ഫോൾസ് ആണ്. ദെൻ ഫോർത്ത് കേസിൽ ഫോൾസ് ആണ്. സോ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞത് ട്രൂ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നെഗേഷൻ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഇപ്പം പഠിപ്പിച്ചിട്ടുള്ള 3 പ്രൊപ്പോസിഷൻസും കൂടി
മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ട്രൂത്ത് ടേബിൾ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഈച്ച് ബൂളിയൻ എക്സ്പ്രഷൻസ് വേർ എ ഈക്വൽ ടു 3 ആണ്, ബി ഈക്വൽ ടു 5 ആണ്, സി ഈക്വൽ ടു 6 ആണ്. സോ ഇതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് negation of a greater than b conjunction b less than c. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലാന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിളിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും പ്രൊപ്പോസിഷൻസ് എല്ലാം, അതായത് നമ്മൾ പ്രൊപ്പോസിഷൻസിനെ ഓരോ രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം. ഇതിൽ നെഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൺജങ്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏതിനെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നെഗേഷനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് ആയിട്ട് നമ്മൾ കൺജങ്ഷനെ പ്രയോറിറ്റി കൊടുക്കണം, തേർഡ് വൺ ഡിസ്റ്റിങ്ഷന്, ഫോർത്ത് ഇംപ്ലിക്കേഷന്, ഫിഫ്ത്ത് ബൈ കണ്ടീഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി വേസ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യനോട്ട് തിരിച്ചു തരാം. ഇത് നമുക്ക് ഇവിടെ എ 3 തന്നിട്ടുണ്ട്, ബി 5 തന്നിട്ടുണ്ട്, സി 6 തന്നിട്ടുണ്ട്. സോ ഈ ഓരോ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെ എഴുതി. ദെൻ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 3 greater than 5 എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 greater than 5 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം 3 greater than 5 എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാം. കാരണം ഒരിക്കലും 3 എന്തല്ല 5നെയും കാട്ടി വലുതല്ല. സോ അതുകൊണ്ട് തന്നെ ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ ഒരു നെഗേഷൻ നമ്മൾ നേരെ ഇവിടെ എടുത്ത് എഴുതും. ദെൻ ഇതെന്ന് പറഞ്ഞത് ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഫോൾസ്. ദെൻ ഈ ഒരു കൺജങ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 5 less than 6, അതായത് 5 6നെയും കാട്ടിയും ചെറുതാണ്. ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ. 5 എന്ന് പറയുന്നത് 6നെയും കാട്ടിയും ചെറുതാണ്, അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രൂ എന്ന് എഴുതുന്നു. ദെൻ ഇനി നമുക്ക് കാണാനുള്ളത് നെഗേഷൻ എഫ് കൺജങ്ഷൻ ട്രൂ ആണ്. സോ നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളതിനാണ് കൺസിഡർ ചെയ്യുക. ബ്രാക്കറ്റിലുള്ളത് നെഗേഷൻ എഫിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ടി. ഓക്കെ, ദെൻ കൺജങ്ഷൻ ടി ആണ്. സോ ടി കൺജങ്ഷൻ ടി നമുക്കറിയാം, കൺജങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ അറിയുന്നവർക്ക് മനസ്സിലാവും. ടി കൺജങ്ഷൻ ടി എന്ന് പറയുന്നത് രണ്ടും ടി ആണ്. സോ അതുകൊണ്ട് തന്നെ ടി കൺജങ്ഷൻ ടി എന്ന് പറയുന്നത് ടി ആയിരിക്കും. സോ ഇതാണ് ടി എന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നെഗേഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഡിസ്ജങ്ഷൻ ബി ഗ്രേറ്റർ ദാൻ സി. സോ മുന്നേ തന്നിട്ടുള്ള എൻ്റെയും മുന്നേ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തൂലേ, അതേപോലെ തന്നെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ 3 less than or equal to 5 എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്കറിയാം 3 എന്ന് പറയുന്നത് 5നെയും കാട്ടി ചെറുതാണ് എന്നറിയാം. സോ ഈ ഒരു കേസിൽ അതെന്താണ്, ട്രൂ ആണ്. ഓക്കെ, സോ ട്രൂ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിങ്ഷൻ അടുത്തത് 5 greater than 6. 5 എന്ന് പറയുന്നത് 6നെയും കാട്ടും വലുതാണ്, അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫോൾസ് എന്നിടാം. അപ്പോൾ ഇവിടെ നെഗേഷൻ ടി ഡിസ്റ്റിങ്ഷൻ എഫ് എന്നാണ് വരിക. അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ സംഭവത്തെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ ടി ഡിസ്റ്റിങ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി ആണ് എന്ന് നമുക്കറിയാം. കാരണം ഡിസ്റ്റിങ്ഷൻ്റെ ടേബിൾ അറിയുന്നവർക്ക് മനസ്സിലാവും. ടി ഡിസ്റ്റിങ്ഷൻ എഫ് എന്ന് പറയുന്നത് ടി ആണ്. കാരണം ഡിസ്റ്റിങ്ഷൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ, ആർബിട്രറി പ്രൊപ്പോസിഷന് ട്രൂ ആയാൽ മതി, ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തായി മാറും, അതിൻ്റെ വാല്യൂ ട്രൂ തന്നെ ആയി മാറും. സോ ഇവിടെ ഫസ്റ്റത്തെ പ്രൊപ്പോസിഷൻ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താണ്, ട്രൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ടി ഡിസ്റ്റിങ്ഷൻ എഫ് എന്ന് പറയുന്നത് ടി ആണ്. സോ ഇനി നമ്മൾ നെഗേഷൻ ടി, അതായത് ഈ നെഗേഷൻ നമ്മൾ എഴുതും. ദെൻ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടി ആണ്. സോ നെഗേഷൻ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടീൻ്റെ നേരെ ഓപ്പോസിറ്റ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് കേസാണ്. സോ ഇവിടെ നെഗേഷൻ്റെ ടീൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത്
ഫോൾസ് ആണ് ഇവിടെ ആൻസർ വരും. ഓക്കെ, സോ ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 പ്രൊപ്പോസിഷൻസ് ആണ്, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 പ്രൊപ്പോസിഷൻസ് ആണ്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയുന്നത്, മസ്റ്റ് ആയിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ട്രൂത്ത് ടേബിൾ എന്തായാലും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു ഈ ഒരു ടോപ്പിക് ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആ ഒരു ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ.